ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ റേഷൻ കാർഡിൻ്റെ സൈറ്റിൽ നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, നമുക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. വളരെ ചെറിയൊരു വീഡിയോ തന്നെയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അക്ഷയ കേന്ദ്രത്തിലും പോകാതെ നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് എന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ഓൾ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉപകാരമുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾ ഈ ഒരു സൈറ്റ്, അതായത് ഈ സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിലോട്ട് നിങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് മുകളിൽ സിറ്റിസൺ ലോഗിൻ എന്ന് കാണാൻ സാധിക്കും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അക്ഷയ എന്നുമുണ്ട്, അതുപോലെ തന്നെ സിറ്റിസൺ എന്നും കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ സിറ്റിസൺ എന്ന ഭാഗത്ത് നിങ്ങൾ വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിതിൽ സൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കതല്ല വേണ്ടത്. നമുക്കിതിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴത്തായിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രജിസ്ട്രേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റാൻഡമലി ഇവിടെ നോ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. സോ നിങ്ങളിവിടെ യെസ്സിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട, നോ തന്നെ കൊടുക്കുക. ഓക്കെ, പിന്നീടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആധാർ നമ്പർ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ റേഷൻ കാർഡ് ഉപയോഗിച്ച് രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ആധാർ കാർഡും റേഷൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാമെന്ന് മുമ്പ് നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. സോ ആ വീഡിയോ കാണുക. അങ്ങനെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് ഇത് ലിങ്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഓക്കെ, ശേഷം നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റർ ആധാർ നമ്പർ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എൻ്റർ റേഷൻ കാർഡ് നമ്പർ എന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഐ എഗ്രി എന്നുള്ള ബട്ടൺ കൂടി അതിൽ ആ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് ഇതുപോലെ യൂസർ ലോഗിൻ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. നെയിം ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇമെയിൽ ഐ ഡി കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം. ശേഷം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ക്യാപ്ചയും കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇമെയിൽ ഐ ഡി ഒക്കെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ തന്നെ കൊടുക്കുക. കാരണം മറക്കാത്ത ഒരു ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ മറന്നുപോയാൽ അത് നമുക്ക് റീട്രൈവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അപ്പോൾ ഇമെയിലേക്ക് ഒരു OTP ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്ച ഡസ് നോട്ട് മാച്ച് എന്നാണ് കാണിക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ ക്യാപ്ചയും കൂടി നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും. ശേഷം നിങ്ങൾ ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റേഷൻ കാർഡിൻ്റെ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാനും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും എല്ലാത്തിനും നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. ക്യാപ്ചയും കൂടി ഇവിടെ ഉണ്ടതിന് ശേഷം സൈനിങ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ,
അങ്ങനെ സൈനിങ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യുവർ OTP ഈസ് എന്ന് പറഞ്ഞിട്ട് ഒരു OTP വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട്, അതായത് ഈ ഒരു റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന റീസെൻറ്റ് OTP എന്നുള്ളതിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ റീസെൻറ്റ് OTP എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു ടൈമിംഗ് ഇവിടെ കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് OTP വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റീസെൻറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ കാണുന്ന സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ മെയിൻ പേജിലോട്ട്, അതായത് ഇതിൻ്റെ സൈറ്റിൻ്റെ പേജിലോട്ട് നമ്മളിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ നമ്മുടെ നെയിം ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതായത് കാണാൻ സാധിക്കും. നെയിം കറക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അഡീഷൻ ഓഫ് മെമ്പർ, അതുപോലെ തന്നെ റിഡക്ഷൻ ഓഫ് മെമ്പർ, ട്രാൻസ്ഫർ ഓഫ് മെമ്പർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു റേഷൻ കാർഡിൻ്റെ സൈറ്റിൽ ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിക്കൊണ്ട് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റ വഴി നമ്മളെ മെസ്സേജ് ചെയ്യുക. സോ നമ്മൾ കഴിയുന്ന രീതിയിൽ റിപ്ലൈ തരുന്നതായിരിക്കും. സോ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.